Hi friends, welcome back to my channel, your online teacher. So, നമ്മൾ +1 ബിസിനസ് സ്റ്റഡീസിൽ നിന്ന് 70 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ചോദ്യങ്ങൾ പഠിക്കണം, ഏതൊക്കെ അതിൻ്റെ ഉത്തരങ്ങളും എല്ലാമാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. +1 ബിസിനസ് വീഡിയോസിന് വേണ്ടിയിട്ടുള്ള വോട്ട് ക്യാമ്പയിനിങ് വരെ നമ്മുടെ ചാറ്റ് ബോക്സിൽ നടന്നു. ഒത്തിരി പേര് ചോദിച്ചതാണ് ബിസിനസ്സിൻ്റെ +1കാരുടെ ചെയ്യും മിസ് എന്ന് പറഞ്ഞിട്ട്. +1ൻ്റെ അക്കൗണ്ടൻസിയുടെ നമ്മൾ ചെയ്തു. അതിൻ്റെ തന്നെ ബിസിനസ് സ്റ്റഡീസിൻ്റെ വീഡിയോ ആണിത് വരുന്നത്. ഈ ചോദ്യങ്ങളും ഈ ഉത്തരങ്ങളും നമ്മൾ ഈ പറയുന്നത് ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 70 കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം. നമ്മുടെ അക്കൗണ്ടൻസിയുടെ വീഡിയോ ഒക്കെ തന്ന അതേ സപ്പോർട്ട് ഈ വീഡിയോ ഒക്കെ തരാം. ദെൻ മറ്റ് സബ്ജക്ട്സിൻ്റേത് ഇനി നമുക്ക് എക്കണോമിക്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ സബ്ജക്ട്സിൻ്റെ വീഡിയോസ് ഇതേപോലെ സ്കോർ 70+ വീഡിയോസ് വേണമെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിന് അക്കൗണ്ടൻസിയുടെയും ബിസിനസ് സ്റ്റഡീസിൻ്റെയൊക്കെ ഗോൾഡൻ ടോപ്പിക്സിൻ്റെ വീഡിയോസ് ഉണ്ട്. അതായത് എന്തായാലും ആ ചോദ്യം ഇല്ലാത്ത പേപ്പർ ഇല്ലാത്ത ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് വേണമെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ വേഗം ലൈക്ക് ചെയ്തിട്ട് വേണം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു തരണം, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണോ, ഇതേപോലെയുള്ള വീഡിയോസ് അത് വെറുതെ നിങ്ങൾ കണ്ടുപോകുന്നേ ഉള്ളോ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് കൂടി പറയാം കേട്ടോ. നിങ്ങൾക്ക് ഒരു ഫൈനൽ പ്രിപ്പറേഷൻ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്, ഇംഗ്ലീഷിൻ്റേത് ആവശ്യമുണ്ടെങ്കിൽ അത് 250 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് ഉണ്ട്. മാർച്ച് 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എക്സാമുകളെ ഒന്നും ബാധിക്കാത്ത രീതിയിലുള്ള ടൈം ടേബിളിലായിരിക്കും ആ ക്ലാസ്സസ് ഉണ്ടാകുക. സോ വേഗം ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. അത് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഈ ഒരു ചോദ്യം ഇല്ലാതെ ചോദ്യ പേപ്പർ ഇല്ല. 8 മാർക്കിന് ഇത് ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ, സോ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് നമുക്ക് നോക്കാം. ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് പറയുകയാണെങ്കിൽ ആദ്യത്തേതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അതായത് ഇൻഷുറൻസിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻഷുറൻസ് കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഫർമേഷൻസും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. 2 പാർട്ടീസും അവർ തമ്മിൽ ഫുൾ വിശ്വാസ്യതയിലായിരിക്കണം വേണ്ടത്. അതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അതായത് ഈ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി, ഞാനൊരു ഇൻഷുറൻസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ആ സബ്ജക്ട് മാറ്റർ, ഇപ്പോൾ എൻ്റെ വീടോ കാറോ എന്തിലാണോ ഞാൻ ഇൻഷുറൻസ് എടുക്കുന്നത് അതിലെനിക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ദെൻ ഇൻഡംനിറ്റി എന്ന് വെച്ചാൽ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, ഇതൊന്നും നമുക്ക് അയാൾക്ക് വന്ന നഷ്ടം അങ്ങനെ തന്നെ നികത്തി കൊടുക്കാൻ പറ്റില്ല അല്ലേ. ബട്ട് മറ്റുള്ള അതല്ലാതെ എല്ലാ ഇൻഷുറൻസും പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡംനിറ്റിയിലെ വരുന്നത്. ഇപ്പോൾ 10,000 രൂപ നഷ്ടം വന്നെങ്കിൽ ആ 10,000 വന്നാൽ ആ നഷ്ടം അവിടെ നികത്താൻ നമുക്ക് പറ്റും. ദെൻ കോസ പ്രോക്സിമ, അതായത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ നമുക്കൊരു നഷ്ടം വന്നതെങ്കിൽ ആദ്യം ഏത് കാരണമാണോ അതാണ് എടുക്കുക. ദെൻ സബ്രോഗേഷനിൽ പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഇൻഷുറൻസ് കമ്പനി പേയ്മെൻറ്റ് ചെയ്തു, നമ്മുടെ ഇപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും പറ്റി ഇൻഷുറൻസ് കമ്പനി പേ ചെയ്ത് കഴിഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വെഹിക്കിൾ ഉണ്ടല്ലോ അത് ഇൻഷുറൻസ് കമ്പനിയുടേതായിട്ട് മാറും. അതല്ലാതെ അത് മറച്ചു വിട്ട് അതിലൂടെ ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. ദെൻ കോൺട്രിബ്യൂഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിലധികം ആളുകളുടെ അടുത്തുനിന്ന്, ഒന്നിലധികം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തുനിന്നും കൂടി ഒരു ഹ്യൂജ് സമ്മ നമുക്ക് കോമ്പൻസേഷൻ കിട്ടില്ല. ഇപ്പോൾ 1 ലക്ഷമാണ് നമുക്ക് വന്ന ലോസ് എങ്കിൽ അപ്പോൾ ആ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ആ 1 ലക്ഷം രൂപ തരാം കേട്ടോ. ദെൻ ലാസ്റ്റ് വണ്ണാണ് മിറ്റിഗേഷൻ ഓഫ് ലോസ്, അതായത് നമുക്കൊരു നഷ്ടം വന്നു, ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഇപ്പോൾ തീ പിടിച്ചെങ്കിൽ ആ തീ കെടുത്താനുള്ള എന്തെങ്കിലും അറ്റംപ്റ്റ് നമ്മൾ എടുത്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ 8 ഫീച്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണെന്ന് എഴുതണേ. കമ്പനി എന്ന് പറയുന്നത് ഒരു വോളണ്ടറി അസോസിയേഷനാണ്. സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്, പെർപെച്വൽ സക്സഷൻ ഉണ്ട്, ഇതിന് കോമൺ സീൽ ഉണ്ട്. ഫീച്ചേഴ്സ് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, നിയമപ്രകാരമാണ് ഇതിൽ നിലവിൽ വരുന്നത്. ഇതിന് പ്രോപ്പർട്ടീസ് വാങ്ങിക്കാൻ പറ്റും, ഫണ്ട് ബോറോ ചെയ്യാൻ പറ്റും, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. ഇതിൽ ബിസിനസ്സും ഓണേഴ്സും തമ്മിൽ സെപ്പറേറ്റ് ആണ്, രണ്ടും ഒന്നല്ല. ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിങ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പെർപെച്വൽ സക്സഷൻ, ഇത് നിയമപ്രകാരമാണ് ഇതിൽ നിലവിൽ വരുന്നത്. അതുകൊണ്ട് ഇതിലെ മെമ്പേഴ്സ് എല്ലാവരും മരണപ്പെട്ടാലും കമ്പനി ഇല്ലാതാകുന്നില്ല, കമ്പനി നിലവിൽ തന്നെ ഉണ്ടാകും. ദെൻ കൺട്രോൾ, ഇതിന് മാനേജ്മെൻറ്റ് കൺട്രോൾ വരുന്നത്
മെമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് കൺട്രോൾ വരുന്നത്. ലയബിലിറ്റി, മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തുമാത്രം ക്യാപിറ്റൽ അവർ കൊണ്ടുവന്നിട്ടുണ്ടോ അത്രത്തോളം ഇവർക്ക് ലയബിലിറ്റി ഉണ്ടാകുള്ളൂ. ദെൻ കമ്പനിക്ക് കോമൺ സീൽ ഉണ്ടാകും. ആ കോമൺ സീലിലൂടെയാണ് കമ്പനി ഒപ്പുവെക്കുന്നത്. അതല്ലാതെ കമ്പനിക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ദെൻ റിസ്ക് ബെയറിങ്, കമ്പനിയുടെ റിസ്ക് എന്ന് പറയുന്നത് എല്ലാ ഷെയർ ഹോൾഡേഴ്സും കൂടി ചേർന്നിട്ടായിരിക്കും ഇത് സഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു നഷ്ടം മുഴുവനും ഒരാൾ സഹിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ദെൻ മൂന്നാമത്തേത്, വാട്ട് ആർ ദ സർവീസസ് ഓഫർഡ് ബൈ ഹോൾസെയിലേഴ്സ് ടു പ്രൊഡ്യൂസേഴ്സിനോ മാനുഫാക്ചറേഴ്സിനോ ചോദിച്ചേക്കാം. ഹോൾസെയിലേഴ്സ് മാനുഫാക്ചറേഴ്സിനോ പ്രൊഡ്യൂസേഴ്സിനോ കൊടുക്കുന്ന സർവീസസ് എന്താണ്? ഒന്ന്, ഫെസിലിറ്റേറ്റിംഗ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഹോൾസെയിലേഴ്സ് എപ്പോഴും എന്താ ചെയ്യുന്നത്? ബൾക്ക് ഓർഡേഴ്സ് ആണ് ഈ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ബൾക്ക് ഓർഡേഴ്സ് എടുക്കുന്നതിലൂടെ മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് വലിയ അളവിൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. ബിയറിംഗ് ദ റിസ്ക്, പ്രൊഡ്യൂസേഴ്സ് സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹോൾസെയിലേഴ്സ് അപ്പം തന്നെ അത് വാങ്ങിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് വാങ്ങി അതിന് പിന്നീട് ഡിമാൻഡിൽ വരുന്ന മാറ്റം, അതിൽ എന്തെങ്കിലും സ്പോയിലേജ് വന്നാലോ ഡാമേജ് വന്നാലോ ഒക്കെ അങ്ങനെയുള്ള റിസ്കുകളെല്ലാം ഹോൾസെയിലറാണ് വഹിക്കുന്നത്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഹോൾസെയിലർ എപ്പോഴും ഫുൾ ക്യാഷ് കൊടുത്തിട്ടായിരിക്കും പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തുനിന്ന് സാധനങ്ങൾ എടുക്കുന്നത്. ചില സമയത്ത് ബൾക്ക് പർച്ചേസിന് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റും തരും. അങ്ങനെ സാമ്പത്തിക സഹായം തരാറുണ്ട്. എക്സ്പെർട്ട് അഡ്വൈസർ, ഹോൾസെയിലേഴ്സ് ആണ് റീറ്റെയിലേഴ്സുമായിട്ട് എപ്പോഴും ടച്ചിലുള്ള ആളുകൾ അല്ലേ. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ്, ഫാഷൻ ഇതെല്ലാം പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഹോൾസെയിലേഴ്സിനാണ്. സോ ഹോൾസെയിലേഴ്സ് അത് പ്രൊഡ്യൂസേഴ്സിന് എന്ത് ചെയ്യും? അഡ്വൈസ് ചെയ്ത് കൊടുക്കും. ദെൻ ഹെൽപ്സ് ഇൻ ദ മാർക്കറ്റിംഗ്, ഈ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റ് റിസർച്ച്, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിങ് ഇതെല്ലാം ചെയ്യുന്നത് ഹോൾസെയിലറാണ്. ഫെസിലിറ്റേറ്റ്സ് കണ്ടിന്യൂറ്റി ഓഫ് പ്രൊഡക്ഷൻ, അതായത് എപ്പോഴൊക്കെ ഹോൾസെയിലേഴ്സ് കൃത്യമായിട്ട് എന്താ ചെയ്യാണ്? ഈ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് അപ്പം തന്നെ വാങ്ങിച്ച് മാർക്കറ്റിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും ഹോൾസെയിലേഴ്സ്. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സിന് ഒരിക്കലും പ്രൊഡക്ഷൻ നിർത്തേണ്ടി വരാറില്ല. ദെൻ സ്റ്റോറേജ്, ഇത് സ്റ്റോർ ചെയ്യുന്നത് വലിയൊരു പാടാണ് അല്ലേ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ സഹിക്കുന്നത് ഹോൾസെയിലർ തന്നെയാണ്. സെറ്റല്ലേ? ഇതൊക്കെ 8 മാർക്കിന് വരാവുന്ന ചോദ്യം കേട്ടോ. ദെൻ 8 മാർക്കിന് വരാവുന്ന മറ്റൊരു ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇതിന് വേണ്ടിയിട്ടുണ്ടാകും. അതായത് ഗവൺമെൻറ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇതിലുള്ള മെമ്പേഴ്സ് എല്ലാം ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിരിക്കും. എക്സാമ്പിളാണ് ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ, ഇന്ത്യൻ റെയിൽവേ ഒക്കെ. അപ്പോൾ അതിന് മെറിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പാർലമെൻറ്റിൻ്റെ കൺട്രോൾ ഉണ്ടാകും. ദെൻ ഇതിൻ്റെ കണക്ക് ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സോഴ്സ് ഓഫ് റവന്യൂ ഗവൺമെൻറ്, ഇതിൻ്റെ ഇൻകം, ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഗവൺമെൻറ് ട്രഷറിയിലേക്കാണ് പോകുന്നത്. പിന്നെ നാഷണൽ സെക്യൂരിറ്റീനെ ബാധിക്കുന്ന ഡിഫൻസ് പോലെയുള്ള സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ ഒന്നും പുറത്ത് വിടില്ല, സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ലിമിറ്റേഷൻ പറയുകയാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഇല്ല, ഗവൺമെൻറ്റിൻ്റെതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് തീരുമാനിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെ തന്നെ ഫോളോ ചെയ്യേണ്ടി വരും. പിന്നെ ഗവൺമെൻറ് അടുത്ത് നിന്ന് അപ്രൂവൽ കിട്ടാനൊക്കെ ഒത്തിരി സമയം എടുക്കും. സോ ഡിസിഷൻ മേക്കിങ്ങിൽ ഡിലേ വരും. പിന്നെ പെട്ടെന്ന് പുതിയൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ അത് അപ്പം തന്നെ ടാപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അപ്പം തന്നെ അത് ഉപയോഗപ്പെടുത്താനൊന്നും പറ്റില്ല. കാരണം ഈ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ അടുത്തു നിന്നൊക്കെ സാങ്ഷൻ വാങ്ങിയൊക്കെ എടുക്കുക അല്ലെങ്കിൽ അവർ റിസ്കി വെഞ്ചറിലേക്കൊക്കെ ഇറങ്ങാമെന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. ദെൻ റെഡ് ടാപ്പിസം ആൻഡ് ബ്യൂറോക്രസി, അതായത് ചുവപ്പ് നാട ഫയലുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കും ഗവൺമെൻറ്റിൻ്റേതായതുകൊണ്ട് അല്ലേ. അപ്പോൾ അതൊന്നും ഡിസിഷൻ മേക്കിങ്ങിൽ ഒരുപാട് താമസം വരാറുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റേതായതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇതിൽ ഇടപെടും. സോ അതിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ട്. പിന്നെ കൺസ്യൂമറിൻ്റെ നീഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതനുസരിച്ചിട്ടൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിനിവർ യാതൊരു വിധത്തിലുള്ള കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടാവില്ല. നെക്സ്റ്റ് 8 മാർക്കിന് വരാവുന്ന ഒരു ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വെച്ചാൽ 1 മാൻ ബിസിനസ്സാണ്, ഒരാളെ അവിടെയുള്ളൂ. അപ്പോൾ അതിൻ്റെ മെറിറ്റ് എന്താ? പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാം, ഇൻഫർമേഷൻ ആരുടെ അടുത്തും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല, സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാം, ഡയറക്റ്റ് ഇൻസെൻറ്റീവാ, കിട്ടുന്ന പ്രോഫിറ്റ് മൊത്തം അയാൾക്ക് എടുക്കാം. സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്, അയാൾക്ക് വേണ്ടി തന്നെ ജോലി ചെയ്യുന്നതുകൊണ്ട് അയാൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, വളരെ പെട്ടെന്ന് ഫോം ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. ലിമിറ്റേഷൻ പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ, അപ്പോൾ അയാൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ക്യാപിറ്റലിന് ഒരു പരിധി ഉണ്ടാവും. ലിമിറ്റഡ് ലൈഫ്, ഓണർ മരിച്ച ബിസിനസ് ഇല്ലാതെയാകും. അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്, ബാധ്യത മൊത്തം ഇയാൾ വഹിക്കേണ്ടി വരും. മാനേജർ ലയബിലിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ. ദെൻ 6ാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ? ബിസിനസ്സിൻ്റെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സിൽ ആദ്യത്തേതാണ് മാർക്കറ്റ് സ്റ്റാൻഡിങ്, അതായത് കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് വേറിട്ട് നിന്ന് മാർക്കറ്റിൽ ഒരു സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളത്. രണ്ടാമത്തേതാണ് ഇന്നോവേഷൻ, എപ്പോഴും പുതുതായി എന്തെങ്കിലും മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുക, പുതിയ ഡിസൈനോ പുതിയ ക്വാളിറ്റിയോ പുതിയ പ്രോഡക്റ്റൊക്കെ. ദെൻ പ്രൊഡക്ടിവിറ്റി, ഏറ്റവും കുറഞ്ഞ ചിലവിൽ മാക്സിമം റിസോഴ്സൊക്കെ മാക്സിമം ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തുക. ഫിസിക്കൽ ആൻഡ്
ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സസ് വാങ്ങിക്കാം, മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറി, ബിൽഡിംഗ് പോലുള്ള ഫിസിക്കൽ റിസോഴ്സസും പിന്നെ നമുക്ക് വേണ്ട ലോൺ, അതേപോലെ ഫിനാൻഷ്യൽ റിസോഴ്സ് എല്ലാം അക്വയർ ചെയ്യുക എന്നുള്ളത്. ദെൻ ഏർണിംഗ് പ്രോഫിറ്റ്, ബിസിനസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് തന്നെ എന്താണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. ദെൻ മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ മാനേജേഴ്സിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രോഗ്രാംസ് അവർ നടത്തും. അതേപോലെ തന്നെ വർക്കർ പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ആറ്റിറ്റ്യൂഡ് മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള പ്ലാനുകളും പോളിസീസും ഉണ്ടാകും. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സൊസൈറ്റിക്ക് എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ മനസ്സിലാക്കി സോഷ്യൽ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുക എന്നുള്ളതൊക്കെ ബിസിനസ്സിൻ്റെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. ഇതൊക്കെ 8 മാർക്കിലേക്ക് ചോദിക്കാവുന്ന ചോദ്യം കേട്ടോ. ദെൻ അനദർ 8 മാർക്കിലേക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. പല തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട്. പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരിവിടെ നടത്തുന്നത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രിയാണ് ഇതിൽ വരുന്നത്. അതായത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് അവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, കളക്ട് ചെയ്തെടുക്കുക, മൈനിങ്, ഫിഷിംഗ് ഒക്കെ എക്സാമ്പിളാണ്. ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ്, പോൾട്രി ഫാം, പ്ലാന്റ് നഴ്സറീസ് ഒക്കെ. ദെൻ സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൈമറി ഇൻഡസ്ട്രിയിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത സാധനം എടുത്തിട്ട്, ഓൾറെഡി കളക്ട് ചെയ്ത സാധനം എടുത്തിട്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നും കൺസ്ട്രക്റ്റീവ് ഇൻഡസ്ട്രി എന്നും രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ആ മാനുഫാക്ചറിങ്ങിൽ തന്നെ 4 തരത്തിലുള്ള ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, അനലിറ്റിക്കൽ ഇൻഡസ്ട്രിയിൽ എന്താ ചെയ്യുന്നത്? സെയിം മെറ്റീരിയലിൽ നിന്ന് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഓയിൽ റിഫൈനർ എക്സാമ്പിളാണ്. സിന്തറ്റിക്കൽ ഇൻഡസ്ട്രിയിൽ പല മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഒറ്റ പ്രോഡക്റ്റ് ഉണ്ടാക്കും. സിമെൻറ്റ് എക്സാമ്പിളാണ്. പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ പല സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിലൂടെ അവർ കടന്നു പോകും. ദെൻ അസംബ്ലിംഗ് ഇൻഡസ്ട്രിയുണ്ട്. അസംബ്ലിംഗ് ഇൻഡസ്ട്രിയിൽ പല ഡിഫറെൻറ്റ് കമ്പോണൻറ്റ് പാർട്സ് യൂസ് ചെയ്തുകൊണ്ട് പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ഇതാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ എക്സാമ്പിൾ വരുന്നത്. ദെൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ ഇവർ ബിൽഡിംഗ്, ഡാം, റോഡ്, ബ്രിഡ്ജ് പോലെയുള്ള കൺസ്ട്രക്ഷനിലായിരിക്കും ഏർപ്പെട്ടിട്ടുണ്ടാകുക. ടെർഷ്യറി ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ ഇവർ പ്രൈമറി ഇൻഡസ്ട്രീസിനും സെക്കൻഡറി ഇൻഡസ്ട്രീസിനും വേണ്ട എല്ലാ വിധത്തിലുള്ള സർവീസസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ 8 മാർക്കിന് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ചെയിൻ സ്റ്റോഴ്സ്. ചെയിൻ സ്റ്റോഴ്സ് ആൻഡ് അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചെയിൻ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KFC ഒക്കെ ഇല്ലേ, അതേപോലെ അത് മൾട്ടിപ്പിൾ ഷോപ്സ് അല്ലേ. അതായത് ഇവർക്കൊരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് ഉണ്ടാകും. ഇവർ ഒരുപാട് സ്ഥലത്ത് ഇവർക്ക് ബ്രാഞ്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ചെയിൻസ് ഇവർക്ക് ഉണ്ടാകും. എല്ലാ സ്ഥലത്തെയും ഒരേ പേരിൽ തന്നെയായിരിക്കും. ഇപ്പോൾ KFC ആണെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഒരേ പേരിൽ ഒരേ മാനേജ്മെൻറ്റ് കീഴിൽ 1 or 2 ഗുഡ്സ് ഇവർ ഡീൽ ചെയ്യുന്നുണ്ടാകുള്ളൂ. ദെൻ ഇവർക്ക് ഇടനിലക്കാരുണ്ടാകില്ല. ഇവരുടെ പരസ്യങ്ങളും വിൻഡോ ഡിസ്പ്ലേയും ഉള്ളിൽ ഗുഡ്സ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതും എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യനിൽ എന്താ നമ്മൾ ചോദിച്ചിരുന്നത്? ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരുന്നത്. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ കൺസ്യൂമേഴ്സിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലായിരിക്കും ഇതിലുണ്ടാകുക. ബൈയിങ് സെൻട്രലൈസ്ഡ് ആയിരിക്കും, സെല്ലിങ് ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും. സെൻട്രൽ മാനേജ്മെൻറ്റ് ആയിരിക്കും ഇതിനുണ്ടാകുക. എല്ലാത്തിനും ഒന്നായിരിക്കും മാനേജ് ചെയ്യുന്നത്. ക്യാഷ് ആൻഡ് ക്യാരി പ്രിൻസിപ്പിൾ, ഇവിടെ കടം കിട്ടില്ല. ഷോപ്പിൻ്റെ ഡിസൈനും ലേഔട്ടൊക്കെ ഒരേപോലെ ആയിരിക്കും ഉണ്ടാകുക. ഇതിന് സ്മൂത്ത് ഫംഗ്ഷനിങ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഹെഡ് ഓഫീസിൽ നിന്ന് മിക്കപ്പോഴും ഇൻസ്പെക്ഷൻ ഉണ്ടാകും. 8 മാർക്കിന് ചോദിക്കാവുന്ന അനദർ ക്വസ്റ്റ്യൻ ആണ് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ സൂപ്പർ ബസാർ അതിൻ്റെ ഫീച്ചേഴ്സ്. സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൂപ്പർ ബസാർ എന്ന് പറയാം, കൺസ്യൂമേഴ്സിന് വേണ്ട വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. ഇവിടെ നമ്മൾ പോയിട്ട് സാധനം എടുക്കണം. അതുകൊണ്ട് ഇതിനെ സെൽഫ് സർവീസ് സ്റ്റോർസ് എന്ന് പറയാറുണ്ട്. പല ഡിവിഷൻസ് ആയിട്ട് ഒരുപാട് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് നീറ്റ്ലി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ വെയിറ്റ്, പ്രൈസ്, ക്വാളിറ്റി എല്ലാം അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. സോ സൂപ്പർ ബസാർസിൻ്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. സെൽഫ് സർവീസ് ആണ്, കസ്റ്റമേഴ്സ് പോയി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പ്രൈസ് ലോ ആയിരിക്കും. ഇവർ ബൾക്ക് പർച്ചേസ് നടത്തുന്നതുകൊണ്ട് ക്യാഷ് ബേസിസ് ആണ്, പണം കൊടുക്കണം, അവിടെ കടം തരില്ല. ദെൻ സെൻട്രൽ ലൊക്കേഷനിലായിരിക്കും ഇത് കൂടുതലും ഉണ്ടാകാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇതും 8 മാർക്കിനോ 6 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫംഗ്ഷൻ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി ഫംഗ്ഷനിൽ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാം. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, സേവിങ്സ് ഉണ്ട്, കറണ്ട് ഉണ്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട്. ലെൻഡിങ് ഫണ്ട് ആളുകൾക്ക് പണം കടം കൊടുക്കുക. പണം കടം കൊടുക്കുമ്പോൾ അതിൽ ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. പണം കടം കൊടുക്കുന്നത് ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്, ടേം ലോൺസിൻ്റെ അടിസ്ഥാനത്തിലാണ്. സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഏജൻസി സർവീസസും വരുന്നുണ്ട്, ജനറൽ യൂട്ടിലിറ്റി സർവീസും വരുന്നുണ്ട്. ബാങ്ക് നമ്മുടെ ഒരു ഏജന്റിനെ പോലെ നിന്ന് നമുക്ക് ചെയ്തു തരുന്ന സർവീസ് ഉണ്ട്.
അതാണ് നമ്മുടെ പലതരത്തിലുള്ള ബില്ല് പേയ്മെൻറ്റ്സ് ഒക്കെ വരുന്നത്. ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുക, ഫണ്ട് കളക്ട് ചെയ്ത് തരാം, ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്ത് തരാം, അതൊക്കെ. അതുകൂടാതെ ജനറൽ യൂട്ടിലിറ്റി സർവീസ് ഉണ്ട്, ബാങ്കിൻ്റെ ചില ഫെസിലിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ലോക്കർ ഫെസിലിറ്റി, അണ്ടർറൈറ്റിംഗ് ഓഫ് ഷെയർസ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ഒരു ഫംഗ്ഷനും കൂടിയുണ്ട്, അതാണ് ഡെവലപ്മെൻറ്റൽ ഫംഗ്ഷൻ. ഡെവലപ്മെൻറ്റൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കൊടുക്കുക, ബാക്ക്വേർഡ് ക്ലാസ്സിന് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കൊടുക്കുക, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് കുറഞ്ഞ റേറ്റിൽ ലോൺ കൊടുക്കുക, അതൊക്കെയാണ് ഡെവലപ്മെൻറ്റൽ ഫംഗ്ഷൻസിൽ വരുന്നത് കേട്ടോ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പാർട്ണർഷിപ്പ് ഡീഡ്, ലിസ്റ്റ് ഔട്ട് ഇറ്റ്സ് കണ്ടൻസ്. 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിച്ചേക്കാം. പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഡോക്യുമെൻ്റ് ആണ്. പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഇതിലായിരിക്കും ഉണ്ടാകുക. അങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻറ്റിനെയാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻസ് ഒരു 4 പഠിച്ചാൽ മതി. ഫേമിൻ്റെ പേര്, പാർട്ട്നേഴ്സിൻ്റെ പേരും അഡ്രസ്സും, നേച്ചർ ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ്, പാർട്ട്ണർഷിപ്പ് എന്ന് തുടങ്ങി ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഒക്കെയാണ് അതിൽ വരാം. then അടുത്തതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. പലതരത്തിലുള്ള പൊല്യൂഷൻ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, അത് എഴുതാം. എയർ പൊല്യൂഷൻ എന്ന് വെച്ചാൽ എയറിലേക്ക് ടോക്സിക് സബ്സ്റ്റൻസസ് ഒക്കെ വന്നുകൊണ്ട് ലിവിങ് ഓർഗാനിസത്തിനും ഓണിമെൻസിനും ഒക്കെ എന്താണ് പ്രോബ്ലംസ് വരുന്നതാണ്. വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ പൊല്യൂട്ടഡ് ആകുന്നു, പലതരത്തിലുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്ത മൂലം വാട്ടറിൻ്റെ ക്വാളിറ്റി കളറൊക്കെ മാറുന്നതാണ്, ഡ്രിങ്കിങ്ങിന് പറ്റാതെ വരുന്നു. ലാൻഡ് പൊല്യൂഷൻ അല്ലെങ്കിൽ സോയിൽ പൊല്യൂഷൻ എന്ന് വെച്ചാൽ നോൺ ഡീഗ്രേഡബിൾ വേസ്റ്റസ് ഈ പല ഇൻഡസ്ട്രിയൽ യൂണിറ്റിൽ നിന്ന്, ഹോസ്പിറ്റലിൽ നിന്ന്, ഹോട്ടലിൽ നിന്നൊക്കെ വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഇതിലിടുന്നതിലൂടെ, ഇതിൽ ഡംപ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാണ്, അത് മലിനമാകാണ്, കൾട്ടിവേഷനൊന്നും പറ്റാതെ വരുന്നു. നോയ്സ് പൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ബോഡിക്കും മൈൻഡിനും ഒക്കെ ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൻ്റെ സ്മൂത്ത് ഫംഗ്ഷനെ ബാധിക്കുന്ന രീതിയിൽ പുറമേ നിന്ന് ഓട്ടോമൊബൈൽസിൽ നിന്നും ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൽ നിന്നൊക്കെ ഭയങ്കര സൗണ്ട് വരുന്നതാണ് നോയ്സ് പൊല്യൂഷൻ. ഓക്കെ, ദെൻ 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇനി അടുത്തത് വരുന്നത്. വാട്ട് ഈസ് ബിസിനസ് റിസ്ക്? എന്താണ് ബിസിനസ് റിസ്ക്? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നഷ്ടം വരാനുള്ള സാധ്യതയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ബിസിനസ് റിസ്ക് പലതരത്തിലുണ്ട്, പല കാരണങ്ങളുണ്ട്. നാച്ചുറൽ കോഴ്സ്, അതായത് ഫ്ലഡ്, ഫയർ, എർത്ത് പോലെ പ്രകൃതിദത്തമായിട്ട് വരുന്ന കാരണങ്ങൾ. ഹ്യൂമൻ കോസ്, മനുഷ്യരുടെ ആക്ടിവിറ്റീസ് മൂലം, അതായത് തെഫ്റ്റ് എന്ന് പറയുമ്പോൾ മോഷണം, ബാഡ് ഡെറ്റ്, കിട്ടാക്കടം, മിസ്റ്റേക്ക് വരുത്തുക, ആക്സിഡൻറ്റ് വരുത്തുക, അതൊക്കെ. എക്കണോമിക് കോസസ് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് മാറുക, ഇക്കണോമിക് റേറ്റ്സിൽ മാറ്റം വരിക, ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരിക, അതൊക്കെ. അതുകൂടാതെ മറ്റു കോസസ് ഉണ്ട്, പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസസ്, മെഷീൻ ഫെയിലർ ആകുക, എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റം വരിക എന്നുള്ളതൊക്കെ. ഓക്കെ, ദെൻ ഔട്ട്ലൈൻ എനി 4 ബെനിഫിറ്റ്സ് ഓഫ് ഇ ബാങ്കിങ്. 14ാമത്തെ ചോദ്യമാണ് ഇ ബാങ്കിങ്ങിൻ്റെ ബെനിഫിറ്റ്സ്. ഇ ബാങ്കിൻ്റെ ബെനിഫിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനി ടൈം സർവീസ് ആണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബാങ്ക് സർവീസ് നടത്താം, അല്ലേ? എവിടെ വെച്ചിട്ട് വേണമെങ്കിലും സാധിക്കും. ദെൻ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അതവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ റിസ്ക് കുറവാണ്, സെക്യൂരിറ്റി കൂടുതലാണ്. ദെൻ ബാങ്ക് ബ്രാഞ്ചസിൽ വരുന്ന ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. Then explain any 4 clauses of memorandum of association. Memorandum of association ഏതെങ്കിലും 4 ക്ലോസസ്. നെയിം ക്ലോസ് ഉണ്ട്, നെയിം ക്ലോസിൽ കമ്പനിയുടെ നെയിമിനെ പറ്റിയിട്ടായിരിക്കും ഉണ്ടാകുക. ഡൊമിസൈൽ ക്ലോസ് അല്ലെങ്കിൽ സിറ്റുവേഷൻ ക്ലോസിൽ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയായിരിക്കും എന്നാണ് ഉണ്ടാവുക. ഒബ്ജക്റ്റീവ് ക്ലോസിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നായിരിക്കും ഉണ്ടാകുക. ലയബിലിറ്റി ക്ലോസിൽ കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്തുമാത്രമാണ് എന്നായിരിക്കും ഉണ്ടാകുക. ക്യാപിറ്റൽ ക്ലോസിൽ കമ്പനിക്ക് എന്തുമാത്രം ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും ഉണ്ടാകുക. അസോസിയേഷൻ ക്ലോസിൽ അതൊരു ഡിക്ലറേഷൻ ആയിരിക്കും, കമ്പനിയുടെ മെമ്പേഴ്സായിട്ട് ആക്ട് ചെയ്യാൻ സമ്മതമാണ് എന്ന് പറഞ്ഞിട്ട് മിനിമം ഒരു 7 പേരോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയാണ് 2 പേരോ എങ്കിലും സൈൻ ചെയ്തിട്ടുള്ള അവരുടെ ഒരു ഡിക്ലറേഷനാണ് അസോസിയേഷൻ ക്ലോസിൽ ഉണ്ടാകാം. then അടുത്തതാണ് ബ്രിങ് ഔട്ട് എനി 4 മെറിറ്റ്സ് ഓഫ് റേസിംഗ് ഫണ്ട്സ് ത്രൂ ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിൻ്റെ മെറിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വിറ്റി ഷെയർസിൻ്റെ മെറിറ്റ്സ്, ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഷെയർസിനെ പല പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അതിനെയാണ് ഷെയർ ക്യാപിറ്റലിന് പല പല പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ ഓരോന്നും നമുക്ക് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയാം. ഇക്വിറ്റി ഷെയർസിൻ്റെ ഓണേഴ്സാണ് കമ്പനി. ഇക്വിറ്റി ഷെയർസ് ആരുടേതാണോ അതിന് ഷെയർ ഹോൾഡേഴ്സിനെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കമ്പനിയുടെ ഓണേഴ്സ് എന്നാണ് പറയുന്നത്. അതിന് മെറിറ്റ്സ് പറഞ്ഞാൽ റിസ്ക് എടുക്കാൻ പറ്റുന്നവർക്ക് നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും, ഡിവിഡൻഡ് പേ ചെയ്യുന്ന കമ്പനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല, പെർമനൻ്റ് ക്യാപിറ്റലാണ്. ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൂടുന്നതനുസരിച്ച് കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് കൂടും. ഇനിയിപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിലും ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, കമ്പനിയുടെ അസറ്റ്സ് ഒന്നും കൊടുക്കേണ്ടി വരില്ല, ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാകും. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ബിസിനസ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഡൊമസ്റ്റിക് ബിസിനസ്സും ഇൻ്റർനാഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഡൊമസ്റ്റിക് ബിസിനസ്സിൽ ബയറും സെല്ലറും ഒരു നേഷനിലെ ആയിരിക്കും. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ 2 പേരും പല ഡിഫറെൻറ്റ് കൺട്രിയിൽ നിന്നായിരിക്കും ഉണ്ടാകുക.
ദെൻ ഡൊമസ്റ്റിക് ബിസിനസ്സിൽ സപ്ലൈസ്, മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സപ്ലൈസ്, എംപ്ലോയീസ്, മിഡിൽമെൻ ഇവരൊക്കെ ഒരേ രാജ്യത്തെ ആയിരിക്കും. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ അവരൊക്കെ ഡിഫറെൻറ്റ് കൺട്രീസിലെ ആയിരിക്കും. ദെൻ ഡൊമസ്റ്റിക് ബിസിനസ്സിൽ കസ്റ്റമേഴ്സിനൊക്കെ ഒരേ സ്വഭാവമായിരിക്കും ഉണ്ടാകുക, ഒരേ നേച്ചറിലായിരിക്കും ഉണ്ടാകുക. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ കസ്റ്റമേഴ്സ് പല ലാംഗ്വേജ്, പല കസ്റ്റംസ് ഒക്കെ ഉള്ളവരായിരിക്കും ഉണ്ടാകുക. ദെൻ ബിസിനസ് സിസ്റ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ബിസിനസ്സിൽ ഏകദേശം സെയിം ആയിരിക്കും എപ്പോഴും ബിസിനസ് സിസ്റ്റം ആൻഡ് പ്രാക്ടീസസ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ വ്യത്യാസം ഉണ്ടാകും. ദെൻ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ബിസിനസ്സിൽ ഒരു രാജ്യത്തെ ബിസിനസ് സിസ്റ്റവും റിസ്ക്കും ആണ് നോക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഒന്നിലധികം രാജ്യത്തെ നോക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ അടുത്തതാണ് മാച്ച് ഓഫ് ഫോളോയിങ്. ഇത് മാച്ച് ഓഫ് ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ എന്താണ്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റിൽ നിന്ന് പല പല പ്രോഡക്ട്സ് എടുക്കുന്നതാണ്. അതാണ് ഓയിൽ റിഫൈനറി. സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പല പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ഒന്നുണ്ടാക്കുന്നു, അതാണ് സിമെൻറ്റ്. പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ പല സ്റ്റേജസ് ഓഫ് പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകുന്നു, ഷുഗറാണ്. അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ പല ഇത് കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ പ്രോഡക്റ്റ് ആക്കുന്നു, അതാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി വരുന്നത്. അത് കമ്പ്യൂട്ടറാണ്. ഓക്കെ, ദെൻ ടെക്നിക്കൽ ഫീസിബിലിറ്റി ഡിഫൈൻ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എന്താണ് ഗവൺമെൻറ് കമ്പനി, എന്താണ് പബ്ലിക് കമ്പനി, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് 2 മാർക്കിന് വരും. അത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ അതിൽ കടന്നു പോകുമല്ലോ. ദെൻ ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ടെക്നോളജി അവൈലബിൾ ആണോ എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി എന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റുമായി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ കയ്യിൽ കിട്ടുമോ എന്നുള്ളതാണ്. എക്കണോമിക് ഫീസിബിലിറ്റി എന്ന് വെച്ചാൽ ആ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ടേക്ക് പോയാൽ നമുക്കത് എക്കണോമിക് ആണോ, നമുക്കതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എക്കണോമിക് ഫീസിബിലിറ്റി വരുന്നത്. ദെൻ 20ാമത്തെ ചോദ്യം നോക്കാം. 19 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ നോക്കി. 20ാമത്തെ ചോദ്യം, ഡിഫറൻഷിയേറ്റ് ട്രഡീഷണൽ ആൻഡ് ഇ ബിസിനസ്. ട്രഡീഷണൽ ബിസിനസ്സും ഇ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ട്രഡീഷണൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ബിസിനസ് സിമ്പിളാണ്. ട്രഡീഷണൽ ബിസിനസ്സിൽ ഫിസിക്കൽ പ്രസൻസ് വേണം, ഈ ബിസിനസ്സിൽ ആവശ്യമില്ല. ട്രഡീഷണൽ ബിസിനസ്സിൽ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ബിസിനസ്സിൽ അത് ഇമ്പോർട്ടൻ്റ് അല്ല. ട്രഡീഷണൽ ബിസിനസ്സിൽ സെറ്റിംഗ് കോസ്റ്റും ഓപ്പറേറ്റിംഗ് കോസ്റ്റും കൂടുതലാണ്, ഈ ബിസിനസ്സിൽ അതെല്ലാം ലോ ആണ്. ദെൻ ട്രഡീഷണൽ ബിസിനസ്സിൽ ഇൻ്റർമീഡിയറീസുമായിട്ട് ഇൻഡയറക്റ്റ് കോൺടാക്റ്റ് ആണ്, ഈ ബിസിനസ്സിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ആണ്. ബിസിനസ് പ്രോസസ് ആൻഡ് ലെങ്ത് ഓഫ് സൈക്കിൾ ട്രഡീഷണൽ ബിസിനസ്സിൽ കൂടുതലാണ്, ഈ ബിസിനസ്സിൽ കുറവാണ്. ഇന്റർപേഴ്സണൽ ടച്ച് ഇവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. ഗ്ലോബലി നമുക്ക് പോകാൻ ചാൻസ് ഇതിൽ കുറവാണ്, ഇതിൽ കൂടുതലാണ്. എംപ്ലോയീസ് എപ്പോഴും സെമി സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ആയിരിക്കും, ഇതിൽ ടെക്നിക്കലി ആൻഡ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിരിക്കും. ട്രാൻസാക്ഷൻ റിസ്ക് ഇതിൽ കുറവായിരിക്കും, പക്ഷേ ഇതിൽ കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ 21ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ഫോർമേഷൻ ഓഫ് എ കമ്പനി? ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന് 4 സ്റ്റേജസ് ആണുള്ളത്. പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, സബ്സ്ക്രിപ്ഷൻ ആൻഡ് ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയാം. ഓക്കെ, കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. സോ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ കണ്ടുപിടിച്ച് ആ ബിസിനസ്സിനെ നിലവിൽ വരുത്താൻ വേണ്ടിയിട്ട് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാമെന്നുള്ളതാണ് പ്രൊമോഷൻ. ഇതെല്ലാം ചെയ്യുന്നത് ഒരു പ്രൊമോട്ടറാണ്. അപ്പോൾ പ്രൊമോട്ടറുടെ ഫങ്ഷൻസ് പഠിക്കണം, അത് വേറെ ക്വസ്റ്റ്യനിൽ ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ അവിടെ നമുക്ക് പറയാം. ദെൻ അതിനുശേഷം അയാൾ വേണ്ട എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം 2ാമത്തെ സ്റ്റെപ്പാണ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ എന്ന് വെച്ചാൽ കമ്പനി രജിസ്റ്റർ ചെയ്യാണ്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനിക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നതാണ്. ഇതെന്ന് കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. ഇതിൽ രജിസ്റ്റേർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇവിടെ രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിക്ക് 3ാമത്തെ സ്റ്റേജിലേക്ക് കടക്കാം, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷന് പോകാം. പബ്ലിക് കമ്പനിക്കാണ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെബിയുടെ അപ്രൂവൽ വേണം, പ്രോസ്പെക്ടസ് ഫില്ല് ചെയ്യണം, പലതരത്തിലുള്ള പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യണം, മിനിമം സബ്സ്ക്രിപ്ഷൻ 90% ഉണ്ടായിരിക്കണം. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുക്കണം. മിനിമം സബ്സ്ക്രിപ്ഷൻ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് ഷെയർസ് അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, അതായത് ബിസിനസ് നിലവിൽ വരുന്നു. ഈ 3 സ്റ്റേജസ് കഴിഞ്ഞാൽ. ബട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് ആദ്യത്തെ 2 സ്റ്റേജ് കഴിഞ്ഞാൽ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പബ്ലിക് കമ്പനിക്ക് ഈ 4 സ്റ്റേജ് കംപ്ലീറ്റ് ആയാലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സ്? ഇറ്റിനറൻറ്റ് ട്രേഡേഴ്സിൻ്റെ പല
ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഇറ്റിനറന്റ് ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ഹോക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ്. അതായത് തലയിൽ ചുമന്നുകൊണ്ട് പോയി നടന്ന് വിൽക്കുന്നവരും അതുപോലെ തന്നെ ഉന്തുവണ്ടിയിൽ കൊണ്ടുപോയി വിൽക്കുന്നവരുണ്ട്. ദെൻ മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ദിവസങ്ങളിൽ മാത്രം അവരിപ്പോൾ മാർക്കറ്റ് ഉള്ള ദിവസം എന്നാണ്, നമ്മുടെയൊക്കെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചകളും ശനിയാഴ്ചകളിലാണ് മാർക്കറ്റുള്ളത്. അപ്പോൾ ആ ദിവസങ്ങളിലായിരിക്കും ഇവർ ആ ഒരു ഫിക്സഡ് സ്ഥലത്ത് വന്നുകൊണ്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നത്. ദെൻ സ്ട്രീറ്റ് ട്രേഡേഴ്സ് ഉണ്ട്, അതായത് തെരുവോര കച്ചവടക്കാർ, ഒരുപാട് ആളുകളൊക്കെ പാസ് ചെയ്ത് പോകുന്ന ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തും റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നു. ചീപ്പ് ജാക്സ് എന്ന് വെച്ചാൽ പെട്ടിക്കടക്കാരില്ലേ, കുറച്ച് നാളത്തേക്ക് ഒരു ചെറിയൊരു ഷോപ്പ് തട്ടിക്കൂട്ടി സെറ്റപ്പ് ചെയ്യുന്നു, എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞ് അവർ അടുത്ത സ്ഥലത്തേക്ക് മാറിപ്പോകുന്നു. അതാണ് ഇറ്റിനറന്റ് ട്രേഡേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ദെൻ ഡിഫറൻഷിയേറ്റ് പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ്. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ മിനിമം 2 ആണ് മെമ്പേഴ്സ്, മാക്സിമം 200 ആണ്. പബ്ലിക് കമ്പനി 7 അൺലിമിറ്റഡും ആണ്. പ്രൈവറ്റ് കമ്പനിയിൽ ഡയറക്ടേഴ്സ് 2 പബ്ലിക് കമ്പനിയിൽ 3 ആണ്. പ്രൈവറ്റ് കമ്പനിയിൽ ഇൻഡെക്സ് കീപ്പ് ചെയ്യൽ നിർബന്ധമില്ല, പബ്ലിക് കമ്പനിക്ക് നിർബന്ധമാണ്. പ്രൈവറ്റ് കമ്പനിക്ക് അതായത് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, റെസ്ട്രിക്ഷൻ ഇല്ല. പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക്കിനെ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് പബ്ലിക് കമ്പനിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ അടുത്തതാണ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ. ഒരു പ്രൊമോട്ടറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്രൊമോട്ടർ ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ടെന്നില്ല ആദ്യം തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താം. പ്രൊമോട്ടർ ഫംഗ്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയാം, പ്രൊമോട്ടർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുക, ബിസിനസ് ഐഡിയ കണ്ടുപിടിക്കുക. ദെൻ ഫീസിബിലിറ്റി സ്റ്റഡീസ് നടത്താം. ഫീസിബിലിറ്റി സ്റ്റഡീസ് നമ്മൾ പറഞ്ഞല്ലോ, ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, എക്കണോമിക് ഫീസിബിലിറ്റി സ്റ്റഡീസ്. അതിനുശേഷം കമ്പനിക്ക് ഒരു പേര് അപ്രൂവൽ ആക്കിയെടുക്കുക രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് നിന്ന്. ദെൻ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലേക്ക് സൈൻ ചെയ്യാനുള്ള ആളുകളെ കണ്ടുപിടിച്ച് വയ്ക്കുക. ദെൻ പലതരത്തിലുള്ള പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുക, പലതരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രൊമോട്ടർ ഫങ്ഷൻസ് വരുന്നത്. ദെൻ വാട്ട് ഈസ് MNC? എന്താണ് മൾട്ടിനാഷണൽ കമ്പനി? അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ തന്നെയാണ് ഗ്ലോബൽ കമ്പനി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒന്നിലധികം രാജ്യങ്ങളിലായിരിക്കും ഇവർ റൺ ചെയ്യുന്നത്. ഇവർക്കൊരു പാരന്റ് കമ്പനി ഉണ്ടാകും, പല രാജ്യങ്ങളായിട്ടായിരിക്കും ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ടാകും. അതിൻ്റെ ഫീച്ചർ പറഞ്ഞാൽ ഇത് ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഇവർക്ക് വേണ്ടത്, പല രാജ്യങ്ങളിലുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഫോറിൻ കൊളാബറേഷൻ, ഫോറിൻ രാജ്യങ്ങളുമായി കൊളാബ് ചെയ്ത് അങ്ങനെ ഇവർ ബിസിനസ് നടത്താറുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിരിക്കും ഇവർ യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് സെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് ആയിരിക്കും ഇവർ യൂസ് ചെയ്യുന്നത്. ദെൻ ഇവരെപ്പോഴും ഇവരുടെ മാർക്കറ്റ് ടെറിട്ടറി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും, വേറെ രാജ്യങ്ങളിലേക്ക് ഇവർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും പുതിയ പ്രോഡക്ട്സ് മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ഉണ്ടാകും. കൺട്രോൾ എല്ലാം ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നായിരിക്കും ഉണ്ടാകുക. ദെൻ അടുത്തതാണ് ഐഡൻറ്റിഫൈ ദ ഹിൻഡ്രൻസസ് ഓഫ് കൊമേഴ്സ്. കൊമേഴ്സിൽ വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് റിമൂവ് ചെയ്യുന്നത്? കൊമേഴ്സിൽ വരുന്ന ആദ്യത്തെ തടസ്സമാണ് ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ. ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ഇതിനിടയ്ക്ക് മിഡിൽമെൻ വരും, ഇൻ്റർമീഡിയറി വരും. അങ്ങനെയാണ് പ്രൊഡ്യൂസറും കസ്റ്റമറും തമ്മിൽ ഇടയ്ക്ക് ഇൻ്റർമീഡിയറി ഇടനിലക്കാർ മിഡിൽമെൻ ഒക്കെ വന്നിട്ട് അവർക്ക് വേണ്ട സാധനം ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. ദെൻ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്, സ്ഥലത്തിൻ്റെ പ്രശ്നം വരും. സ്ഥലത്തിൻ്റെ പ്രോബ്ലം വരുന്നത് ഇതെങ്ങനെയാണ് ഇവർ സോൾവ് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ടേഷൻ, പാക്കേജിങ്, ഇൻഷുറൻസ് സർവീസസിലൂടെയാണ്. ദെൻ റിസ്കിൻ്റെ പ്രശ്നം എങ്ങനെ, ട്രാൻസ്പോർട്ടേഷൻ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ദെൻ റിസ്ക് എന്ന് പറയുന്ന തടസ്സം വരും. റിസ്ക് എന്ന് പറയുന്ന തടസ്സം എങ്ങനെയാണ് അവർ റിമൂവ് ചെയ്യുന്നത്? അത് ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെയാണ്. സമയത്തിൻ്റെ തടസ്സം എങ്ങനെ ഇവർ റിമൂവ് ചെയ്യും? കൃത്യസമയത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെച്ച് വെയർ ഹൗസിങ്ങിലൂടെ. ദെൻ നോളജിൻ്റെ തടസ്സം എങ്ങനെ ഇവർ റിമൂവ് ചെയ്യും? അഡ്വർടൈസിങ് കൊടുത്തുകൊണ്ടാണ് നോളജിൻ്റെ തടസ്സം റിമൂവ് ചെയ്യുന്നത്. ഫിനാൻസിൻ്റെ തടസ്സം റിമൂവ് ചെയ്യുന്നത് ബാങ്കിൽ ലോൺ എടുത്തിട്ടാണ്, ബാങ്ക്സിൽ നിന്നാണ് കേട്ടോ. ദെൻ 27ാമത്തെ ചോദ്യം, റൈറ്റ് എനി 5 പ്രോബ്ലം ഫേസ്ഡ് ബൈ സ്മോൾ കമ്പനീസ്. സ്മോൾ കമ്പനീസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവർക്ക് ഫണ്ട് കിട്ടാത്ത പ്രശ്നം, കൃത്യമായിട്ട് ഇവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് കിട്ടുന്നുണ്ടാവില്ല. പിന്നെ ഇത് ഒക്കെ എന്താണ്, വളരെ സ്മോൾ സ്കെയിലായതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ ഇതിലുള്ള ഓണേഴ്സിന് മാനേജറിയൽ സ്കിൽ ഉണ്ടാവണമെന്നില്ല. ദെൻ ഇത് കൂടുതൽ എംപ്ലോയീസിനെ വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. എംപ്ലോയീസിനാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറവായിരിക്കും, സ്പെഷ്യലൈസേഷൻ ഒന്നും ഉണ്ടാവില്ല. ദെൻ മാർക്കറ്റിംഗ്, ഇവർ ഉണ്ടാക്കിയിട്ടുള്ള സാധനത്തിന് മാർക്കറ്റിംഗ് കിട്ടില്ല. കുഞ്ഞു ഓർഗനൈസേഷൻസ് ആയതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് ഇടനിലക്കാർ ചൂഷണം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദെൻ ക്വാളിറ്റി ഡിസൈഡ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മീറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റാറില്ല. ഇവരെ കപ്പാസിറ്റി കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാറില്ല. ടെക്നോളജി മിക്കപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. മിക്കതും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോബ്ലം കൊണ്ട് മോസ്റ്റ് ഓഫ് ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ ഒരു സിക്നസിൻ്റെ വക്കിലാണ്, നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഗ്ലോബൽ കോമ്പറ്റീഷൻ, മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഗ്ലോബൽ കോമ്പറ്റീഷൻ വരുന്നതുകൊണ്ട് ഇവർക്ക് അവരോട് അങ്ങനെ ഇവർ ടെക്നോളജിയും ഫണ്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാറില്ല.
ദെൻ 28ാമത്തെ ചോദ്യം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി ഗ്രൂപ്പ്. പല ഇൻഡസ്ട്രി ഗ്രൂപ്പ്സിനോടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒന്നെന്ന് പറയുന്ന ഓണേഴ്സിനോടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ്റ്റി ഉറപ്പ് വരുത്താം, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുക്കുക, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. എംപ്ലോയീസിനോടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഫെയർ വേജ് കൊടുക്കുക, ജോബ് സെക്യൂരിറ്റി ഉറപ്പ് വരുത്തുക, പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്, വെൽഫെയർ മെഷേഴ്സ്, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ, മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കൺസ്യൂമേഴ്സിനോടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? കൃത്യമായിട്ട് കമ്മോഡിറ്റീസ് സപ്ലൈ ചെയ്യുക, ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ്, റീസണബിൾ പ്രൈസ് ചാർജ് ചെയ്യുക, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എല്ലാം ഒഴിവാക്കുക. സപ്ലൈസിനോട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, പ്രോംപ്റ്റ് പേയ്മെൻറ്റ് കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്തുക. ഗവൺമെൻറ്റിനോടോ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുക, ലോഫുൾ ബിസിനസ് ആയിരിക്കും, നാച്ചുറൽ റിസോഴ്സ് നന്നായിട്ട് യൂസ് ചെയ്യുക, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഷെയർസും ഡിബെഞ്ചേഴ്സും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഷെയർസ് ഇപ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഷെയർസിൻ്റെ ഓണേഴ്സിന് ഷെയർ ഹോൾഡർ എന്നാണ് പറയുന്നത്. അതേസമയം ഡിബെഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിബെഞ്ചർ എന്ന് പറയുന്ന ഒരു കടപ്പത്രമാണ്, കമ്പനിയുടെ കടം അക്നോളജ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഡിബെഞ്ചർ ഹോൾഡേഴ്സിനെ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. ആരുടെ കയ്യിലാണോ ഡിബെഞ്ചർ ഉള്ളത് അതിൻ്റെ ഓണറിനെ ഡിബെഞ്ചർ ഹോൾഡർ എന്നാണ് പറയുന്നത്. ഡിബെഞ്ചർ ഒരു ഡെറ്റാണ്, ബോറോഡ് ഫണ്ടാണ്. ഷെയർസ് എന്ന് പറയുന്നത് ഓണേഴ്സ് ഫണ്ടാണ്. ദെൻ ഡിബെഞ്ചർ കമ്പനിയുടെ ക്രെഡിറ്റർ ആണ്. ദെൻ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ക്രെഡിറ്റർ ആണ്. അതേസമയം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഓണേഴ്സ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ബാങ്കിങ് ആൻഡ് ബെനിഫിറ്റ്സ്. ഈ ബാങ്കിങ് ബെനിഫിറ്റ്സ് നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ അതറിയാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. സോ മക്കളെ, ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ A+ നിങ്ങളുടേതാണ് കേട്ടോ. നിങ്ങളുടെ A+നെ തടുക്കാൻ ആർക്കും സാധിക്കില്ല. വീഡിയോ ഹെൽപ്ഫുൾ ആയോ, മറ്റു സബ്ജക്ട്സിൻ്റെ ഇതേപോലെ 70+ വീഡിയോസ് വേണമെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. താങ്ക് യു സോ മച്ച്.